ഹലോ മക്കളെ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ബയോളജിയുടെ മൂന്നാമത്തെ മൊഡ്യൂൾ എക്സാം വന്നെത്തിയിരിക്കുകയാണ്. ഈ വരുന്ന 17-ാം തീയതി വൈകുന്നേരം 7 മണിക്കാണ് നിങ്ങൾക്ക് മൊഡ്യൂൾ 3 എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്ന് അറിയണ്ടേ? യെസ്, നമ്മുടെ സുവോളജിയിൽ നിന്ന് 3 ചാപ്റ്റേഴ്സും ബോട്ടണിയിൽ നിന്ന് 1 ചാപ്റ്ററും, അങ്ങനെ ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അതിൽ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സുവോളജിയിൽ നമ്മുടെ ഏറ്റവും വലിയ ചാപ്റ്റർ ആയിട്ടുള്ള മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസും, അത് കഴിഞ്ഞ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് ആൻഡ് എവല്യൂഷൻ. സോ ഈ 3 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ കൂടുതൽ വെയിറ്റേജ് പോവുക ഓഫ് കോഴ്സ് നമ്മുടെ മോളിക്കുലാർ ബേസിസിന് തന്നെ ആയിരിക്കും. കാരണം വലിയ ചാപ്റ്റർ ആണ്, അത്രയധികം നമുക്ക് ടോപ്പിക്സ് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. ഓഫ് കോഴ്സ് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് വലിയ ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് ഈസി ചാപ്റ്റർ ആണ് അല്ലെ, കുറെ കണ്ടന്റ് ഉണ്ടെങ്കിലും പെട്ടെന്ന് പഠിച്ചു തീർക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് എവല്യൂഷൻ. സോ ഈ 3 ചാപ്റ്റേഴ്സ് ആണ് സുവോളജിയിൽ വരിക. ബോട്ടണിയിൽ വരുമ്പോൾ ആകെ ഒരൊറ്റ ചാപ്റ്റർ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. അതിൽ കുറെ ടോപ്പിക്സ് ഇപ്പൊ ഡിലീറ്റ് ആയതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററിൽ വളരെ അധികം പോയിന്റ്സ് ഒന്നുമില്ല, വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാവുന്ന ഒരു ഈസി ചാപ്റ്റർ ആണ്. സോ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ 50-50 ആണ്. ഹാർഡ് ചാപ്റ്ററും ഉണ്ട്, എന്നാൽ ബാക്കി ഈസി ചാപ്റ്റേഴ്സും ആണ്. അങ്ങനെ വരുന്ന ഒരു മൊഡ്യൂൾ എക്സാം ആണ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ എല്ലാം യൂട്യൂബ് ക്ലാസ്സസ് ലൈവായിട്ട് നിങ്ങൾക്ക് റിവിഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കാണുക, കൃത്യമായിട്ട് പഠിക്കുക, സൂപ്പർ ആയിട്ട് എഴുതുക. അപ്പോൾ മൊഡ്യൂൾ എക്സാം 3 നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങുക.